ദേശങ്ങളിലേക്ക് എന്നാണല്ലോ പാലാ നാരായണൻ നായർ പാടിയത്. ആ കവിതയെ അനുസ്മരിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, കേരള കോൺഗ്രസ് വളരുന്നു പശ്ചിമഘട്ടങ്ങൾ കയറിയും കടന്നു അന്യമാം ദേശങ്ങളിലേക്ക്. കേരള കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായും ഐഡിയോളജിക്കലായും അതുപോലെ തന്നെ ഫിസിക്കൽ കേരള കോൺഗ്രസ് ജനപിന്തുണയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ജനപിന്തുണയും ജനപ്രീതിയും കേരള കോൺഗ്രസിൽ കൂടുതൽ കൈവന്നു. പി ടി ചാക്കോയുടെ മരണത്തിനു പിന്നാലെ ചാക്കോയോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ലെന്നാരോപിച്ച് തിരുനക്കര മൈതാനിയിൽ ഒരു യോഗം നടന്നു. അന്നവിടെ തിരികൊളുത്തി പിറന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിശ്ചയിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു കേരള കോൺഗ്രസ്. ആ മൈതാനം മുത്തിപ്പിറന്ന കേരള കോൺഗ്രസിലേക്ക് പിന്നീടൊരു പകൽ കോട്ടയം DCC ജനറൽ സെക്രട്ടറിയുമെത്തി. കോട്ടയം കോൺഗ്രസുകാരെ അടിച്ചുവാരിക്കൂട്ടിയെത്തിയ ആ നേതാവിന് പേര് കരിങ്ങോഴക്കൽ മാണി എന്നായിരുന്നു. പിന്നീട് അയാൾ കേരളത്തിന്റെ KM മാണിയും പാലായുടെ മാണിസാറുമായി. അതിനപ്പുറമുള്ള 55 വർഷക്കാലത്തെ കേരള രാഷ്ട്രീയ ചരിതം ആ മനുഷ്യൻ്റേതു കൂടിയായിരുന്നു. ഇനിയൊപ്പമില്ലെന്ന ഈ സായാഹ്നത്തിലെ അറിയിപ്പ് വരെ ആ മനുഷ്യനങ്ങനെ അതികായനായി തുടർന്നു. Anyway, he died in peace. He had no struggle and it was a pleasant death. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ കർഷക ദമ്പതികളായിരുന്ന തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1933 ജനുവരി 30 KM മാണിയുടെ ജനനം. പാലാ സെന്റ് തോമസ് സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസ കാലം. അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു മാണിയുടെ സമരജീവിത തുടക്കവും. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിനായി കൊടിപിടിച്ചായിരുന്നു സംഭവബഹുലമായ ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് BA ബിരുദം സ്വന്തമാക്കിയ അദ്ദേഹം മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദമെടുത്തു. തുടർന്ന് P. ഗോവിന്ദമേനോന്റെ കീഴിൽ 1955 കോഴിക്കോട് അഭിഭാഷകനായി ചേർന്നു. ശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങിയ KM മാണി കോട്ടയം ജില്ലാ കോടതി കേന്ദ്രമാക്കി അഭിഭാഷക വൃത്തിയിലേർപ്പെട്ടു. അഭിഭാഷകനായി തുടരുക എന്നത് KM മാണിയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം തട്ടകം പാലാ സബ് കോടതിയിലേക്കും കോട്ടയം ജില്ലാ കോടതിയിലേക്കും മാറ്റി. ഇതിനിടെയാണ് പ്രമുഖ കോൺഗ്രസ് നേതാവ് P. T. ചാക്കോയുടെ പ്രോത്സാഹനത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നത്. ഇലക്കാട് മണ്ഡലം കോൺഗ്രസിന്റെ അധ്യക്ഷനായായിരുന്നു അധികാര രാഷ്ട്രീയത്തിൽ ഹരിശ്രീ കുറിച്ചത്. 1959 KPCC അംഗമായ KM മാണി വൈകാതെ കോട്ടയം DCC ജനറൽ സെക്രട്ടറിയുമായി. പിന്നീട് P. T. ചാക്കോയുടെ നിര്യാണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവരെല്ലാം ചേർന്ന് കേരള കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും KM മാണി കോട്ടയം DCC സെക്രട്ടറിയായി തന്നെ തുടർന്നു. എന്നാൽ കേരള കോൺഗ്രസിന് ജന്മം നൽകിയ KM ജോർജും വയല ഇടിക്കുളയും മാത്തച്ചൻ കുരുവിനാക്കുന്നേലുമെല്ലാം പാലായിലെ ആ ചെറുപ്പക്കാരനെ കണ്ണിട്ടിരുന്നു. അങ്ങനെ 1965 മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലാ മണ്ഡലത്തിലേക്ക് KM മാണിക്ക് നറുക്കു വീണു. കോട്ടയം DCCയെ ആകെ കൂട്ടി കേരള കോൺഗ്രസുകാരനായ മാണി ആദ്യമായി പാലായിൽ ജനവിധി തേടി. പിന്നീട് അങ്ങോട്ട് പാല ഒരു ഉത്തരം മാത്രം തന്നു: KM മാണി. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ്. പല റെക്കോർഡുകളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 13 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 52 വർഷക്കാലം അദ്ദേഹം തുടർച്ചയായി MLA ആയി. അദ്ദേഹം ഏത് സ്ഥാനം അലങ്കരിക്കുമ്പോഴും പാലായിക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്ഥാനമുണ്ടായിരുന്നു. 70
നിയമസഭയിലെത്തിയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. 67 EMS മന്ത്രിസഭ വളരെ ശക്തിയായി ഈ ഭരണം ആരംഭിച്ചപ്പോൾ കേരള കോൺഗ്രസിലെ 5 MLA-മാരും കോൺഗ്രസിലെ 9 MLA-മാരും KM ജോർജിന്റെ നേതൃത്വത്തിൽ KM മാണി, ജോൺ ജേക്കബ് അന്ന് EMS മന്ത്രിസഭയ്ക്കെതിരെയുള്ള പ്രതിപക്ഷത്തു നിന്നുള്ള ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു ശ്രീ KM മാണി. ഫോട്ടോസ്റ്റാറ്റുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ അദ്ദേഹം മിന്നിത്തിളങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. 1965 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കന്നിയംഗത്തിനിറങ്ങിയ KM മാണി 9585 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. 1967 70 വിജയം ആവർത്തിച്ച KM മാണി 76 ഡിസംബർ 26 ആദ്യമായി മന്ത്രിയാവുന്നത്. കേരള കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരണമെന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശമാണ് അന്ന് മന്ത്രിപദത്തിലേക്ക് വഴി തുറന്നത്. C. അച്യുതമേനോൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിട്ടായിരുന്നു മാണിയുടെ തുടക്കം. 1977 പാർട്ടി ചെയർമാൻ KM ജോർജുമായി അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെയാണ് KM മാണി പിളർപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞത്. അനുയായികളെയും കൂട്ടി പാർട്ടി പിളർത്തി മുന്നണി വിട്ട KM മാണി അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 22-ൽ 20 സീറ്റും നേടി കരുത്തുകാട്ടുകയും ചെയ്തു. ഈ നേട്ടം കേരള രാഷ്ട്രീയത്തിൽ KM മാണിയെ ശക്തനാക്കി. 1977 കേരള കോൺഗ്രസ് M എന്ന സ്വന്തം പേരിലുള്ള പാർട്ടി രൂപവൽക്കരിച്ചത്. എന്നാൽ ഉറ്റ അനുയായിയായി കൂടെ നിന്ന PJ ജോസഫ് മാണിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് അതേ വർഷം തന്നെ പാർട്ടി പിളർത്തി പുറത്തുപോയി. 1985 ജോസഫ് വിഭാഗം മാണി ഗ്രൂപ്പിൽ ലയിച്ചെങ്കിലും പരസ്പരം ഇടഞ്ഞതിനെ തുടർന്ന് 1989 ജോസഫും സംഘവും ഇടതുമുന്നണിയിലേക്ക് കൂറുമാറി. 93 TM ജേക്കബും മാണിയുമായി പിണങ്ങി സ്വന്തം ഗ്രൂപ്പുണ്ടാക്കി പുറത്തുപോയി. എന്നാൽ 23 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2010 PJ ജോസഫും PC ജോർജും മാണി കോൺഗ്രസിൽ തിരിച്ചെത്തി. KM മാണി ചെയർമാനും PJ ജോസഫ് വർക്കിംഗ് ചെയർമാനും PC ജോർജ് വൈസ് ചെയർമാനുമായിട്ടായിരുന്നു പുനഃസംഘാടനം. അധികം വൈകാതെ തന്നെ പതിവ് പോലെ ഈ കൂട്ടുകെട്ടും ഛിന്ന ഭിന്നമായി. അപ്പോഴും അനിഷേധ്യ നേതാവായി തുടർന്നു KM മാണി. കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾക്ക് മാണിയെ മാറ്റി നിർത്താനാകില്ലെന്നത് തന്നെയായിരുന്നു സത്യം. പ്രത്യയശാസ്ത്രപരമായി പിടിവാശികളില്ലാത്തതിനാൽ അപ്പുറവും ഇപ്പുറവും മാണിക്ക് സമദൂരം തന്നെയായിരുന്നു. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി എത്ര പിളർന്നാലും കടിഞ്ഞാൺ എക്കാലത്തും KM മാണിയുടെ കൈപ്പിടിയിലായിരുന്നു. പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന വിശേഷണം കേരള കോൺഗ്രസിന് ചാർത്തിക്കൊടുത്തത് സാക്ഷാൽ KM മാണി തന്നെയാണ്. അടിയൊഴുക്കുകൾ നിറഞ്ഞ അസ്ഥിരമായ കേരള കോൺഗ്രസിലൂടെ KM മാണി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പടവുകൾ ഓരോന്നും ചവിട്ടിക്കയറി. എൻ്റെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തനായ പ്രവർത്തകനായിരുന്ന കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാരോടായിരുന്നു. കേരളത്തിലെ സാധുക്കളായ ലക്ഷോപലക്ഷം രോഗികൾക്ക്, ഹൃദ്രോഗികൾക്ക്, കിഡ്നി രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്കെല്ലാം ആശ്വാസം പകരുന്ന കാരുണ്യ പദ്ധതി പോലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ KM മാണി സാർ അന്തരിച്ചു വരും ഇപ്പോൾ ഞാൻ കേൾക്കുകയാണ്. റെക്കോർഡുകളുടെ തോഴനായിരുന്നു KM മാണി. 5 പതിറ്റാണ്ടിലേറെ MLA, 12 മന്ത്രിസഭകളിൽ അംഗം, ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി, ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ചു കയറിയ നിയമസഭാ സാമാജികൻ. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇനിയാർക്കും സാധ്യമാവാത്ത റെക്കോർഡുകളുടെ ചരിത്രം കൂടിയായിരുന്നു KM മാണിയുടെ രാഷ്ട്രീയ ജീവിതം.
പാലാ സമം കെ എം മാണി എന്നതിനപ്പുറം ഒരു സമവാക്യം അവിടുത്തെ സമ്മതിദായകർ ആലോചിച്ചതേയില്ല. 6 പതിറ്റാണ്ടിനിടെ കേരളം ഭരിച്ച 12 സർക്കാരുകളിൽ 1/4 നൂറ്റാണ്ടുകാലം മന്ത്രിയായി തുടർന്നു കെ എം മാണി. ഈ ബഹുമതിക്ക് അർഹനാകുന്ന രാജ്യത്തെ അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ. അച്യുതമേനോൻ സർക്കാരിൽ തുടങ്ങി കെ കരുണാകരൻ, എ കെ ആന്റണി, ഇ കെ നായനാർ, അവസാനം ഉമ്മൻചാണ്ടി നയിച്ച സർക്കാരുകളിലെല്ലാം സുപ്രധാന വകുപ്പുകൾ. ധനകാര്യവും നിയമകാര്യവുമായിരുന്നു കെ എം മാണിക്ക് എന്നും പ്രിയപ്പെട്ട വകുപ്പുകൾ. 13 തവണ ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ട അദ്ദേഹം 12 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രീയ സാമൂഹിക ഘടനയെ ആകമാനം നിർണയിച്ച കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ബദലായി അധ്വാനവർഗ സിദ്ധാന്തം രൂപപ്പെടുത്താൻ ആർജവം കാണിച്ച എഴുത്തുകാരനായിരുന്നു മാണിസാർ. സാമാന്യ ജനതയെ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വേർതിരിക്കാതെ അധ്വാനവർഗമായി കണക്കാക്കണമെന്ന് ലണ്ടൻ പാർലമെന്റ് ഹാളിൽ കെ എം മാണി പ്രസംഗിച്ചത് വലിയ വാർത്തയായി. നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിലും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിലെ അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് കൃഷിക്കാരുടെ, അതിനുമപ്പുറം കുടിയേറ്റ കൃഷിക്കാരുടെ അനിഷേധ്യ നേതാവായിരുന്നു.